ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CMPക്ക് എത്ര സീറ്റ് വരെ UDF മത്സരിക്കാൻ സാധിക്കും? നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടത്, കൃത്യമായിട്ട് ആവശ്യപ്പെട്ടത് 3 സീറ്റാണെങ്കിൽ 2 സീറ്റാണ് ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരം എന്ന പേരുള്ള സീറ്റ്, പഴയ വെസ്റ്റ് മണ്ഡലത്തിൻ്റെയും ഈസ്റ്റ് മണ്ഡലത്തിൻ്റെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. മറ്റൊന്ന് കുന്നമംഗലം, കോഴിക്കോട് MBR ക്യാൻസർ സെൻ്ററൊക്കെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നായ കുന്നമംഗലം. അവിടെ വിജയകൃഷ്ണനാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന സ്ഥാനാർത്ഥി. ഈ 2 മണ്ഡലങ്ങളിൽ ഒന്ന് കുന്നമംഗലം എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗാണ്. തിരുവനന്തപുരം കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പൊ ഈ 2 മണ്ഡലങ്ങളും കിട്ടിയാലെന്നല്ല, കിട്ടണം. CMPക്ക് അർഹതപ്പെട്ട് എനിക്ക് തോന്നുന്നു 4 സീറ്റിൽ വരെ മത്സരിച്ചിരുന്ന പാർട്ടിയാണ്. 3 സീറ്റായിരുന്നു ദീർഘകാലം ഉണ്ടായി. 3 സീറ്റായിരുന്നു. ഇപ്പൊ പിന്നെ 1 സീറ്റിലേക്ക് അത് കുറഞ്ഞു. അപ്പൊ ഇത്തവണ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 സീറ്റ് കിട്ടണം. തിരുവനന്തപുരത്ത് താങ്കൾ തന്നെ മത്സരിച്ചാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ വിജയ സാധ്യത? കാരണം ശശി തരൂര്, ഏറ്റവും കൂടുതൽ ശശി തരൂരിന്റെ ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണത്. എന്നാൽ കഴിഞ്ഞ തവണ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവാണ് വിജയിച്ചത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതികരിക്കും? തിരുവനന്തപുരം സീറ്റ് UDF ജയിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള സീറ്റാണ്. അതിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണല്ലോ, തൊട്ടു മുമ്പ് നടന്ന മേജർ തെരഞ്ഞെടുപ്പ്, മറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇതിന് മുൻപുള്ള കാലത്തും തിരുവനന്തപുരത്ത് 1 സീറ്റ് മാത്രം ജയിച്ചപ്പോഴും ജയിച്ച വെസ്റ്റ് മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ് തിരുവനന്തപുരത്ത് കൂടുതലുള്ളത്. MVR ഈ സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അന്ന് ആന്റണി രാജുവിനെയാണ് പരാജയപ്പെടുത്തി 2001. പിന്നീട് ശിവകുമാർ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സീറ്റ് ജയിക്കാൻ കഴിയും. അവിടെ അനായാസമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ഒരു ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം സീറ്റിലെ ഭൂരിപക്ഷം ഡിവിഷനുകളും വിജയിച്ചത് BJP ആണ്. BJPക്ക് ശക്തമായ ഒരു വോട്ട് വീതം അവിടെയുണ്ട്. അതിനെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ നില ഇരട്ടിയിലധികം മെച്ചമായി, മൊത്തത്തിലുമായി, ഈ മണ്ഡലത്തിലുമായി. അപ്പോൾ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് സംശയമുള്ള, ഉദാഹരണത്തിന് തൈക്കാട് വാർഡിൽ CMP ആണ് മത്സരിച്ചത്. അവിടെ 500 വോട്ടാണ് അതിന് മുമ്പ് UDF കിട്ടിയത്. ഇപ്പോൾ അത് 1050 വോട്ട് കിട്ടി, ഡബിൾ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ പാളയം വാർഡിൽ നമ്മൾ ജയിച്ചു, തമ്പാനൂർ ജയിച്ചു. അങ്ങനെ കൂടുതൽ വാർഡുകളിൽ ജയിച്ചു നിൽക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ നമുക്കവിടെ ജയിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ആശങ്കയില്ല. UDF സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇത്തവണ അധികാരത്തിലെത്താൻ UDF സാധിക്കുമോ? അധികാരത്തിലെത്തുക മാത്രമല്ല, നല്ല മെജോറിറ്റിയോടുകൂടി അധികാരത്തിലെത്തും. കേരളത്തിൽ വളരെ വലിയൊരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്, കേവലം ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ കട അടയ്ക്കുക തുറക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഗവൺമെൻറ് അല്ല. അതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്. ഒരു കാഴ്ചപ്പാടോടുകൂടി വികസനോന്മുഖമായ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു സർവേ വന്നു. ആ സർവേ റിപ്പോർട്ടിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, ആ ഒരു സൂചനയാണ് ആ സർവേ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഞാൻ ആ സർവേ റിപ്പോർട്ടിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളും പരിശോധിച്ച് നോക്കിയില്ല. അത് ഒരു തെറ്റായിട്ടുള്ള സർവേ ആണെന്നൊന്നും ഞാൻ പറഞ്ഞ് സർവേകളെ കളിയാക്കാനില്ല. ആ സർവേയുടെ വിശദാംശങ്ങൾ ഞാൻ പഠിച്ചതിന് ശേഷം അതിനോട് പ്രതികരിക്കാം. പക്ഷേ നമ്മുടെ മുമ്പിൽ റിസൾട്ടുകളുണ്ടല്ലോ, സർവേകളല്ലല്ലോ. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും സർവേ ചെയ്തിട്ട് പറഞ്ഞോ ഭൂരിപക്ഷം സീറ്റുകളിലും പഞ്ചായത്തുകളിലും UDF ജയിക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സർവേ ബെന്നിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പണ്ഡിറ്റുകളുടെ അല്ലെങ്കിൽ സഫോളജിസ്റ്റുകളുടെ കണക്കുകൂട്ടലുണ്ടെങ്കിൽ അതിനെ മറികടക്കും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോർപ്പറേഷനുകളിൽ ഒന്നിലും LDF ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള എന്തെങ്കിലും ഒരു സർവേ ഉണ്ടായിരുന്നു? ഒരു സ്ഥലത്തും ഭൂരിപക്ഷം ഇല്ല. UDF ഇരട്ടിയായിട്ട് ഇവിടെ വന്നു. അതുകൊണ്ട് സർവേക്കാളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇലക്ഷൻ റിസൾട്ട്. അതിലാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
UDF പൊതുവെ ഒരു മെജോറിറ്റി ഉള്ളതായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും UDF ഒരു മെജോറിറ്റി ഉള്ളതായി കാണുന്നു. കാരണം 110 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 50-ന് പുറത്ത് മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിലനിർത്തി ഇത്തവണ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും കുറഞ്ഞ ഒരു 100 സീറ്റിന് മുകളിൽ പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. അത് സാധ്യമാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. നിലമ്പൂര് 10,000 വോട്ടിന് ജയിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. തൃക്കാക്കരയിൽ 25,000 വോട്ടിന് ജയിക്കുന്ന ആരെങ്കിലും പറഞ്ഞു? എന്തിനു പറയുന്നു? പുതുപ്പള്ളിയിൽ പോലും കടുത്ത മത്സരം നടക്കുന്നതാണ് ആൾ റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് 18,000 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ വർക്ക്, ഞങ്ങളൊരു കൃത്യമായ മാനേജ്മെൻറ്റ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു പുതുയുഗ യാത്ര ഇത്രയും വലിയൊരു സക്സസ് ആവുമെന്ന് എതിരാളികളോ അനുകൂലികളോ കരുതിയിട്ടില്ല. അവസാനം നടന്ന റാലിയൊക്കെ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു റാലിയാണ് നടത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ റാലികളിൽ ഒന്നായിരുന്നു പുത്തരിക്കണ്ടത്ത് നടന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ എടുത്തു മാറ്റാൻ കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുയുഗ യാത്രയുടെ അവസാന മീറ്റിംഗിൽ, സമാപന യോഗത്തിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതിലൊരു ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കും. അപ്പോൾ ആ ഒരു പ്രഖ്യാപനം വന്ന ഉടനെ ഗതാഗത വകുപ്പ് മന്ത്രിയായ KV ഗണേഷ് കുമാർ അദ്ദേഹം വളരെ പരിഹസിച്ച് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ 2 മാസത്തിനകം KSRTC കൂട്ടിക്കെട്ടും, അത് KSRTC ജീവനക്കാർക്കും നാട്ടുകാർക്കും അതില്ലാതാവും എന്നൊരു പ്രഖ്യാപനം പരിഹാസം അദ്ദേഹം നടത്തി. അതിനെക്കുറിച്ച് എന്താണ്? KSRTC എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് അതൊരു രോഗിയെ പോലെ ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സിക്ക് യൂണിറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കണ്ടിരുന്നത്. പക്ഷെ KSRTCയെ കുറിച്ചുള്ള വലിയ ചിന്തകളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 10 വർഷം പിണറായി വിജയൻ ഭരിച്ച പോലെയുള്ള KSRTC ആണെങ്കിൽ പലതും സംഭവിക്കും. ആ KSRTC ആയിരിക്കില്ല. ഒരു യുഗം KSRTCക്കും ആരംഭിക്കുകയാണ്. KSRTCയുടെ ലാഭമാർഗങ്ങൾ, അതിൻ്റെ വ്യാപാര സാധ്യതകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടപെടാനുള്ള കഴിവുകൾ, ഇതൊക്കെ വമ്പിച്ച തരത്തിൽ മാറ്റിക്കൊണ്ട് ഇന്നുള്ള കേവലം ടിക്കറ്റ് ചാർജ് എന്ന് മാത്രമല്ല നിരവധി കാര്യങ്ങളിലൂടെ KSRTCക്ക് വരുമാനം ഉണ്ടാക്കും. KSRTCയുടെ വരുമാനത്തിൽ നിന്ന് സ്ത്രീകൾക്കുള്ള വലിയ സൗജന്യങ്ങൾ നൽകും. UDFന്റെ സെക്രട്ടറി മാത്രമല്ല, CMPയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ CP ജോൺ, അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം നമ്മളോട് ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാം.